ദിസ് മന്തി വെരി ടേസ്റ്റി ഡിലീഷ്യസ്. ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു മന്തി റെസിപ്പി നോക്കിയാലോ. ചിക്കനിലേക്ക് കുറച്ച് മന്തി മസാലയും ആവശ്യത്തിന് പെപ്പർ പൗഡറും ഉപ്പും ഒരു മാഗി ക്യൂബ് ഇട്ട് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കളറും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് കളറില്ലാത്തത് കൊണ്ട് ഞാനത് ഇടുന്നില്ല. ഇതിലേക്ക് ഒരു മിക്സ് ഉണ്ടാക്കണം. ജാറിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും ഒരു തക്കാളിയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 തരം സീഡ്സും ഇട്ട് ഒന്ന് അരച്ചെടുക്കുക. മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഈ അരപ്പിൻ്റെ പകുതി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ബാക്കി അരപ്പ് നമുക്ക് ചോറിലേക്ക് വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. ഇനി ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതാക്കി കട്ട് ചെയ്തും മാറ്റി വെക്കുക. ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് അതിലേക്ക് എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്ത് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച സവാളയും ക്യാപ്സിക്കവും ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. ചിക്കനൊക്കെ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത ചിക്കൻ ഓരോന്നായി എടുത്ത് മാറ്റി വെക്കുക. ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ലാ റൈസായിട്ട് എടുക്കുന്നത്. അതൊരു 20 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 4 കപ്പ് റൈസിന് 5.5 കപ്പ് അളവിലാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. ചിക്കനൊക്കെ വേവിച്ചെടുത്ത സെയിം പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരപ്പൊന്ന് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ അളന്ന് വെച്ച വെള്ളം കൂടി ഇതിലൊഴിച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നേരത്തെ കൈ വൃത്തിയാക്കി വെച്ച റൈസ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് മന്തി മസാലയും ഒരു മാഗി ക്യൂബ് ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്, ചോറൊന്ന് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ചോറ് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കന് കുറച്ച് ഉപ്പും മുളകും മഞ്ഞളും ഒന്ന് മിക്സ് ചെയ്ത് അതിലൊന്ന് സോട്ട് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അധികം നേരം ഒന്നും ഫ്രൈ ചെയ്യേണ്ട, കാരണം ഓൾറെഡി വെന്ത ചിക്കനാണ്. ഒന്ന് ജസ്റ്റ് കളർ മാറുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചോറെല്ലാം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത് ഒരു 4-5 പച്ചമുളക് ഒന്ന് കുത്തി കൊടുക്കുക. ഇനി ഒരു ചാർക്കോൾ എടുത്ത് ഒന്ന് പുകയിച്ചെടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റി മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.